ഇത് ജയമോഹൻ മരിക്കുന്നതിന് മുമ്പ് എഴുതിയതാണെന്നല്ലേ പറഞ്ഞത്? അതെ. ഇതൊന്ന് വായിക്കൂ. നമ്പർ 17. ഇപ്പോഴോ? ലയൻ. ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? മനസ്സിലാക്കാനുള്ള കാര്യങ്ങളൊന്നും ഇതിലില്ലല്ലോ. ഉണ്ട്. ലയൻ സി മേനോനെ കുറിച്ച് ഞാൻ അറിഞ്ഞിടത്തോളം വിവരങ്ങൾ വെച്ച് നോക്കുമ്പോ ഇത് നമ്പർ 17 അല്ല, ലയൻ തന്നെയാണ്. അതുകൊണ്ട് ജയമോഹന്റെ മരണത്തിന് ഉത്തരവാദി ലയൻ സി മേനോൻ തന്നെയാണെന്ന് ഞാൻ പറയുന്നു. നോൺസെൻസ്. ഒരു കടലാസ് തിരിച്ചും മറിച്ചും കാണിച്ച് ആണുങ്ങളെ പറ്റി അപവാദം പറയുന്നു. ജയമോഹന്റെ സ്വന്തം മകനെ പോലെയാ ലയൻ സി മേനോൻ കരുതിയിരുന്നത്. അത് നിനക്കറിയോ? He will never do it. രക്ഷയില്ല. നിങ്ങളെപ്പോലുള്ള ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ ഒന്നുകിൽ ശുദ്ധാത്മാക്കളാണ്, അല്ലെങ്കിൽ അഴിമതിക്കാരാണ്. രണ്ടു കൂട്ടരും അപകടകാരികളാണ്. ഈ രാജ്യം രക്ഷപ്പെടണമെങ്കിൽ ഒറ്റ മാർഗ്ഗേ ഉള്ളൂ. എന്താണെന്നറിയാം? നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരെ തൂത്തുവാരി അകത്താക്കുക. ഓക്കെ, ഇനിയുള്ള കാര്യങ്ങൾ ഷട്ടപ്പായിട്ട് തന്നെ ചെയ്യാൻ പോവാ. എന്നെ സ്പെഷ്യൽ ഡ്യൂട്ടി നിയമിച്ചിരിക്കല്ലേ? ഇന്നു മുതൽ ഞാൻ എന്റെ വഴിക്ക് പോകുന്നു. ഇഷ്ടമല്ലെങ്കിൽ ആക്ഷൻ എടുത്തോ, ഇല്ലേ പിരിച്ചുവിട്ടേക്കൂ. നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വണ്ടി സ്റ്റേഷനിൽ കൊണ്ടാ. എന്നെ എന്ത് അറസ്റ്റ് ചെയ്യുന്നു? ഞാൻ എന്ത് തെറ്റിയില്ലേ? റാസ്കൽ, എന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നോടാ. ആരാ? എന്ത് വേണം? ഇവിടെ വരൂ. ഇവിടെ വരണം മിസ്റ്റർ. ചോദിക്കട്ടെ. ഞാൻ അങ്ങോട്ട് വരാനോ? നീ ഇവിടെ വരാ. നീയോ? റഹീമെ ഇന്ന് വരെ ആരും നീയെന്ന് വിളിച്ചിട്ടില്ല. ഞാൻ വിളിക്കുന്നിടത്ത് ആരും വരാതിരുന്നിട്ടുമില്ല. ആരാടാ അവൻ? ഞങ്ങളുടെ മുതലാളിയാണ്. ഓഹോ, മുതലാളിയാണോ? ഈ 17-ാം നമ്പർ ലോറിയുടെ ഉടമസ്ഥൻ നീയാണോ? ആണെങ്കിൽ നിന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അറസ്റ്റോ? റഹീമിനെയോ? പാവം പോലീസ് പയ്യൻ. പോരെ. എന്നക്കടാ അത്രയ്ക്ക് ധൈര്യമോ? എന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാമെങ്കിൽ ഈ ആയുസ് മുഴുവൻ ഞാൻ നിന്റെ അടിമയായിരിക്കും. ഓഹോ, ഒരു കാലേ ഉള്ളോ? എനിക്കൊരു കാല് കൂടുതലാ. എങ്കിൽ ഇതിലൊരെണ്ണം നിനക്ക് വിരിക്കട്ടെ.
ഞാൻ തോൽവി സമ്മതിക്കുന്നു. വരൂ. എന്റെ ഈ കാൽ അറുത്ത് മുറിച്ചിട്ടും ഞാൻ തോൽവി സമ്മതിച്ചില്ല. ജീവിതത്തിൽ ആദ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ തോൽവി സമ്മതിക്കുന്നു. കാല് അറുത്ത് മുറിച്ചോ? ആര്? എല്ലാവരും അറിയുന്ന ആളാണ്, വലിയവനാണ്, മഹാനാണ്. ലയൺ സി മേനോൻ. ലയൺ സി മേനോനോ? അതെ, ലയൺ സ്ഥാപനങ്ങളുടെ ഉടമയായ മേനോൻ. നിങ്ങൾ തമ്മിൽ? ഞങ്ങൾ ആത്മമിത്രങ്ങളായിരുന്നു, ഒരു കുഴിയിൽ ചാകാനിരുന്നവർ. തടിയറപ്പായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ തൊഴിൽ. അധ്വാനിച്ച് കുറെ പണം കയ്യിൽ വന്നപ്പോ ഞങ്ങൾ ഒരു തടിയറപ്പ് മില്ല് ആരംഭിച്ചു. രാപ്പകൽ ഞാനതിൽ പണിയെടുത്തു. ക്രമേണ മില്ലൊരു വലിയ സ്ഥാപനമായി വളർന്നു. ഒരു ദിവസം ഒരു കെട്ട് നോട്ടുമായി മേനവൻ എന്റെ അടുത്ത് വന്നു. ഇതറിയില്ല, ഇത് വാങ്ങിച്ചോണ്ട് പിരിഞ്ഞു പോയിക്കോളൂ. മനസ്സിലായില്ല. നിന്റെ മുടക്ക് മുതലാണിത്, അത് ഞാൻ തിരിച്ചു തരുന്നു. മില്ല് ഇന്ന് മുതൽ എന്റെ സ്വന്തമാണ്. 10-15 വർഷങ്ങൾക്ക് മുമ്പ് കൂപ്പിൽ തടിയറപ്പുകാരായിട്ട് ജീവിതം ആരംഭിച്ചവരാണ് നമ്മൾ. ഞാൻ മുകളിലും നിങ്ങൾ താഴെയും. ആ കയ്യിലെ താണ്ടിപ്പോഴും പോയി കാണില്ല. ഈ അറപ്പുമില്ല് തുടങ്ങാൻ ഞാനാണ് മുൻകൈയെടുത്തത്. എന്റെ പറമ്പ് വിറ്റാണ് ഞാൻ അതിനുള്ള പണം നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നു. 2 വർഷം രാപ്പകൽ അധ്വാനിച്ചാണ് ഈ മില്ല് ഈ നിലയിൽ എത്തിച്ചത്. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷെ ഒരു പങ്കാളിയെ വെച്ചുകൊണ്ട് ഈ ബിസിനസ് തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇല്ല, കണക്ക് നോക്കി ന്യായമായി എനിക്ക് വരേണ്ട തുക തരാതെ ഞാൻ പിരിഞ്ഞു പോവില്ല. പോണം, പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ഈ തുക പോലും നിനക്ക് കിട്ടില്ല. പടച്ചവനറിയേ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ കാശല്ലേ. പോണെങ്കിൽ അതും പോട്ടെ. എന്നാലും നീ ഇവിടെ നിന്ന് ഇറങ്ങില്ല. ഇല്ല, എനിക്ക് കൂടി അവകാശപ്പെട്ട ഈ സ്ഥലത്ത് ഞാൻ ഇറങ്ങില്ല. ദാമോദര, വർഗീസേ, ഇവനെ പിടിച്ച് പുറത്താക്ക്. ഇത് മരമറക്കുന്ന കയ്യാണ്. എന്റെ ശരീരത്തിൽ തൊട്ടാൽ അങ്ങനെയാണ് എന്റെ ഈ കാല് നഷ്ടപ്പെട്ടത്. അയാൾ പണക്കാരനായതുകൊണ്ട് കേസിലും അയാൾ തന്നെ ജയിച്ചു. പക്ഷേ എന്നെങ്കിലും ഇതിന് പകരം ചോദിക്കാതെ ഞാൻ മയ്യത്താവില്ല. ലയൺ സി മേനോൻ എന്ന് പറയുന്ന ആൾ ഇത്ര വലിയ ദ്രോഹിയാണോ? അതെ സർ, ഇവിടുത്തെ കൊള്ളയുടെയും കൊലപാതകത്തിന്റെയും കള്ളക്കടത്തിന്റെയും പിന്നിൽ അയാളാണ്. കോടീശ്വരനല്ലേ, പണം വാരി വിതറുകയാണ്. ഇന്ന് കാണുന്ന അയാളുടെ സ്ഥാനമാനങ്ങളെല്ലാം വില കൊടുത്ത് വാങ്ങിയതാണ്. അപ്പോ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എന്നെ അറസ്റ്റ് ചെയ്തിരിക്കില്ലേ? ക്ഷമിക്കൂ, ഇപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വരണമെന്നില്ല. എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമായി വരും. അന്ന് ഞാൻ വിവരം അറിയിക്കുമ്പോൾ ഞാൻ വിളിക്കുന്നിടത്ത് ഈ ലോറിയുമായി വരണം. തീർച്ചയായും വരും. താമസിയാതെ തന്നെ നമുക്കിനി കാണാം. ഇൻഷാ അല്ലാഹ്. പറ്റേ. ആരെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നറിയാം? ലയൺ സി മേനോൻ എന്ന് പറഞ്ഞാൽ ഈ സിറ്റിയിലെ ഏറ്റവും ഉന്നതനായ വ്യക്തിയാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അദ്ദേഹത്തെ പറ്റി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സൂക്ഷിച്ചു വേണം. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ടുകൊണ്ടല്ല ആരോപണം ഉന്നയിച്ചത്. വെട്ടിമാറ്റിയ കാല് കാണിച്ച് തെളിവ് സഹിതം പറഞ്ഞുകൊണ്ട് തന്നെ.
അതൊക്കെ സത്യമാണെന്നുള്ളതിന് എന്താ തെളിവ്? ആരെങ്കിലും ശത്രു കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? എന്തുകൊണ്ടായാലും ഞാനത് വിശ്വസിക്കുന്നു. മേനോനെ അറസ്റ്റ് ചെയ്യാൻ എനിക്ക് വാറണ്ട് തരണം. നോ, ഒരിക്കലും തരില്ല. എന്തുകൊണ്ട്? ആ അറസ്റ്റ് നിലനിൽക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് തന്നെ. കാരണം? അത്രയേറെ സ്വാധീനമുള്ള മഹാനാണ് അദ്ദേഹം. മഹാനോ? ഇന്ന് മഹാനെന്ന് സ്വയം ഭാവിക്കുന്ന പലരും മഹത്വം വില കൊടുത്ത് വാങ്ങിയവരാണ്. അവരുടെ ഹീനപ്രവർത്തികൾ മറയ്ക്കുവാനുള്ള ഒരു പുറംചാട്ടായിട്ട് അവരെന്നെ ഉപയോഗപ്പെടുത്തുന്നു. ഇത് മനസ്സിലാക്കാനുള്ള കഴിവ് ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇല്ലെങ്കിൽ ഇന്നത്തെ ഈ കൊള്ളയും കൊലയും കള്ളക്കടത്തുമെല്ലാം ഇതുപോലെ തന്നെ തുറന്നുകൊണ്ടിരിക്കും. നീ എന്തെല്ലാം ന്യായങ്ങൾ പറഞ്ഞാലും ശരി, ലൈൻ സ്റ്റീവനെ അറസ്റ്റ് ചെയ്യാനോ ചോദ്യം ചെയ്യാനോ ഡിപ്പാർട്ട്മെന്റ് അനുവദിക്കില്ല. തന്റെ പേരെന്താ? നാരായണൻ. തന്റെ പേരോ? അഹമ്മദ് കുട്ടി. എന്താണോ? കള്ളക്കടത്താണ് സാർ. ഒരു ലോറി കുരുമുളക്, ഒരു ലോറി ഏലവുമാണ്. 2 ലോറിക്കും പെർമിറ്റ് ഇല്ല. ചരക്കിന്റെ ഉടമസ്ഥ ആരാ? എത്ര ചോദിച്ചിട്ട് അവർക്ക് അറിയില്ലെന്ന് പറയുന്നു. ആഹാ, അന്നേ ആർക്ക് വേണ്ടിയാണ് ഇത്? അറിയില്ല സാർ. ഒന്നും പേടിക്കണ്ട. ആർക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ മതി, ഞാൻ കടത്തിവിട്ടേക്കാം. പറയാൻ. ഞങ്ങൾക്കറിയില്ല. ലയൺ സീവൻ എന്റെ വണ്ടിയല്ലേ? പറയണോ? അതെ സർ. അത് പറഞ്ഞാ പോരെ? കേസൊന്നും ചാർജ് ചെയ്യണ്ട, ലോറിയിൽ വിട്ടേക്ക്. ഇതുപോലെയുള്ള കാര്യങ്ങളിൽ മിസ്റ്റർ ജയമോഹന്റെ സഹായം എനിക്ക് ഇനിയും തുടർന്നുണ്ടാവണം. അതിനി പ്രത്യേകിച്ച് പറയണോ? പറയാതെ തന്നെ ഞാൻ ചെയ്യില്ലേ? എന്നാലും പറയേണ്ട ഒരു കടമ എനിക്കുണ്ട്. ഇതായിരിക്കട്ടെ. എന്താ ഇത്? ഒരു 5 ലക്ഷം രൂപയുണ്ട്. ഓ, ഇത് വേണമായിരുന്നില്ല. ഇരിക്കട്ടെ. ശരി, അങ്ങയുടെ ഇഷ്ടം. നാളെ രാത്രി ഒരു 10 ലോറി കൂടെ വരുന്നുണ്ട്. അത് മുഴുവൻ ഫോറിൻ ഗുഡ്സാ. എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഡോണ്ട് വറി. എല്ലാം ഞാൻ ഏർപ്പാട് ചെയ്തോളാം. താങ്ക്സ്. ഇത് പഴയൊരു കൊട്ടാരമല്ലേ? അതെ, കഴിഞ്ഞ മാസം ഞാൻ ലേലത്തിൽ പിടിച്ചതാ. ഒഴിഞ്ഞ സ്ഥലമല്ലേ, അത്യാവശ്യം വന്നാൽ നമുക്കൊരു ഗോഡൌണായിട്ട് ഉപയോഗിക്കാമല്ലോ എന്ന് കരുതി. മറ്റു വല്ല ആവശ്യം വന്നാ അതിന് ഉപയോഗിക്കാമല്ലോ. കറക്റ്റ്. എന്തിനും ഒരു മുൻകരുതൽ വേണമല്ലോ. ഓക്കെ, ഞാൻ മറ്റേ. ഓക്കെ. ഇവൻ അന്ന് മരിക്കാതിരുന്നത് നന്നായി അല്ലേ? അതെ സാർ, ആളിപ്പോ നല്ല കുട്ടപ്പനായി. ഒടുവിൽ അവൻ നമ്മുടെ കയ്യിൽ തന്നെ വന്നു വീണു. അതെങ്ങനെ വീഴാതിരിക്കും? രൂപ 5 ലക്ഷമല്ലേ കിട്ടിയിരിക്കുന്നത്? എന്നാലും ഒരു കണ്ണു വേണം. കാക്കിയുടുപ്പിനെ കണ്ണുമടച്ചങ്ങ് വിശ്വസിക്കുന്നത് അപകടമാണ്. ഇത്രയും വലിയൊരു തോത് എനിക്ക് എവിടുന്ന് കിട്ടി? സത്യം പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. ചോദിച്ചതിന് മറുപടി പറയും. ലോറികൾ കടത്തിവിട്ടതിന് ലയൺ സീവൻ തന്ന കൈക്കൂലിയാണിത്. കൈക്കൂലിയോ? അതെ, 2 ലോറികൾ കടത്തിവിട്ടതിനല്ല. മഹാനായ ലയൺ സീമനോന്റെ 10 ലോറികൾ കൂടി കള്ളക്കടത്ത് സാധനമായി ഇന്ന് രാത്രി വരും. അത് കടത്തിവിടാൻ തന്ന അഡ്വാൻസ് ആണിത്. ആ ലോറി മേനന്റെ അല്ലെന്ന് ഇനിയും നിങ്ങൾ പറയുമായിരിക്കും. നോ, ഐ കാൻ ബിലീവ് ഇറ്റ്. നല്ലവനെ എരപ്പാളെയും തിരിച്ചറിയാൻ കഴിയാത്ത നിങ്ങൾക്ക് ഏത് കോന്തലാണ് ഈ ഉദ്യോഗം തന്നത്? You shut up. ഞാൻ ഇപ്പൊ തന്നെ നിന്റെ കൂടെ വരാം, മിസ്റ്റർ മേനന്റെ വീട്ടിലേക്ക്. ആ വലിയ മനുഷ്യന്റെ മുന്നിൽ വെച്ച് അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നിനക്ക് പറയാം, ഈ പണം അദ്ദേഹം നിനക്ക് കൈക്കൂലി എന്നാണെന്ന്. അത് പറയടാ, സത്യം പറയാൻ ഞാൻ വിടില്ല. വിടൂ, വിടാ, വിടാ, വിടാ പറഞ്ഞത്. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ.
ജയമോഹൻ പിന്തുടരുന്നുണ്ട്. ഈ പരിസരത്ത് കടക്കുന്നതിന് മുമ്പേ തകർത്ത് കളഞ്ഞേക്ക്. വരണം മിസ്റ്റർ ജയമോഹൻ. ഇത്ര പെട്ടെന്ന് വീണ്ടും ഇവിടെ വരേണ്ടി വരുമെന്ന് കരുതിയില്ല. വത്സലയും കുട്ടികളും ഇവിടെ അകത്തുണ്ടല്ലോ. Don't move. ആക്സിഡന്റിന് ശേഷം ബുദ്ധി തെളിഞ്ഞു എന്നാണ് ഞാൻ കരുതിയത്. നീയും നിന്റെ തന്ത ബി.ജി. മേനോനും അവന്റെ തന്തയും ചേർന്നാലും എന്നെ ചുക്കം ചെയ്യാൻ കഴിയില്ല. ഭദ്ര, അവളെയും കുട്ടികളെയും കൊണ്ടുവരൂ. എന്റെ അമ്മണിക്കുട്ടിയെ കൊന്നു ദ്രോഹി, എന്നെ കൊല്ലും. ഇവൻ ജയമോഹനല്ല, വിക്രമനാണ്. പാറമടയിൽ ജോലി ചെയ്യുന്ന വിക്രമൻ. എന്റെ കൂട്ടുകാർ രണ്ടുപേരെ കൊന്നുകൊഞ്ഞ് ജീവനെന്ന് ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ പോയി വിക്രമനാണിവൻ. ജയമോഹന്റെ കള്ളവേഷമിട്ട് വന്നിരിക്കുന്നു. സത്യം പറയേ, നീ ആരാണ്? സർക്കിൾ ഇൻസ്പെക്ടർ ജയമോഹൻ. നിനക്ക് പാറ പൊട്ടിക്കാൻ അറിയാം? നോ. ഏതുവരെ പഠിച്ചിട്ടുണ്ട്? MSc ഫസ്റ്റ് ക്ലാസ്. MSc is an abbreviation. What is the full form? അത് Tell me, what is the full form of MSc? അത് പിന്നെ വണ്ടർഫുൾ. കടുവയെ പിടിക്കുന്ന കിടുവ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പോൾ നേരിൽ കണ്ടു. മിടുക്കൻ. ഇവനെ കൊണ്ടുപോയി വേണ്ട വിധത്തിൽ സൽക്കരിക്കൂ.
മിസ്റ്റർ മേനോൻ, എന്റെ കുടുംബത്തിന്റെ ഉത്തമ സുഹൃത്തായി നടിച്ച് എന്നെ മറപിടിച്ചുകൊണ്ട് നിങ്ങൾ ഒട്ടേറെ കൊള്ളയും കൊലയും നടത്തി. എന്റെ മൂത്ത മകനെ നിങ്ങൾ കൊന്നു. പക്ഷേ എന്റെ ഇളയ മകൻ നിങ്ങളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. മോനെ, നിന്റെ കണക്കൂട്ടൽ ശരിയാണെന്ന് നീ തെളിയിച്ചു. നീ ജയിച്ചിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. മോളെ, വിക്രമൻ അനുവദിച്ചിരുന്ന സമയം നാളെ തീരുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് തന്നെ അവനെ കൊണ്ടുവന്നത്. മദ്രാസിൽ ചെന്ന ഉടനെ ഞാൻ അവന് വേണ്ടി ഗവൺമെന്റിലേക്ക് ഒരു അപേക്ഷ സമർപ്പിക്കും. ഒരു വലിയ കള്ളക്കടത്ത് സംഘത്തെ അമർച്ച ചെയ്യാൻ എന്റെ മകൻ ചെയ്ത സേവനത്തെ പരിഗണിച്ച് അവന്റെ ശിക്ഷ ഇളവ് ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. ലെറ്റ് us hope for the best. വരൂ മോനെ.